അനുരാഗ് ഠാക്കൂർ രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത 7 അടി പൊക്കമുള്ള 300 കിലോയുള്ള വലിയ ഒരു പ്രിന്റഡ് ഡോക്യുമെന്റ് പരിശോധിച്ച് 6 മാസം എടുത്ത് കിട്ടിയ രേഖ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു അനുരാഗ് ഠാക്കൂർ ഒന്നുകിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തെ, വോട്ട് ചോരി എന്നുള്ള പ്രചരണത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അനുരാഗ് ഠാക്കൂർ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അനുരാഗ് ഠാക്കൂർ അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർക്ക് ഇലക്ഷൻ കമ്മീഷൻ ഡിജിറ്റൽ രേഖ കൊടുത്തു. ഇനി രണ്ടിലൊന്ന് നടന്നിട്ടുണ്ട് അല്ലേ? ഒന്നുകിൽ രേഖ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞു. രണ്ടായാലും ശരിയല്ല, ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷതയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അനുരാഗ് ഠാക്കൂറിന് അങ്ങനെ ഒരു രേഖ കിട്ടിയെങ്കിൽ സ്വകാര്യത അവിടെ സംരക്ഷിക്കപ്പെട്ടോ? ഈ വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലേ വോട്ടർ പട്ടിക കൊടുക്കാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പരാതി കൊടുത്തപ്പോൾ, രാഹുൽ ഗാന്ധിക്ക് പ്രിന്റഡ് ഡോക്യുമെന്റ് കൊടുത്തപ്പോൾ ഈ സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടോ? ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 10-65 ലക്ഷം പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്ന് ഇവർ പറയുന്നത് പറ്റുമോ? ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ നാട്ടിൽ നമ്മൾക്കൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടുമ്പോഴൊക്കെ സ്വകാര്യത ഇങ്ങനെ നിരന്തരം അനവധിവട്ടം ലംഘിക്കപ്പെടുന്നുണ്ടോ?